ഹായ്, ഞാൻ കരിയർ കോച്ച് സുധീർ പറ്റേക്കാട്. ACCA കോഴ്സിന് എന്താണ് സംഭവിച്ചത്? നിരവധി വിദ്യാർത്ഥികൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ACCA കോഴ്സിന് യഥാർത്ഥത്തിൽ അത് മൂല്യമുള്ള ഭാവി സാധ്യതയുള്ള കോഴ്സാണെന്നതിൽ ഒരു തർക്കവുമില്ല. പക്ഷേ ഈ കോഴ്സ് കഴിഞ്ഞ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈ യോഗ്യതയുള്ള നിങ്ങൾക്ക് ഇത് വ്യക്തിപരമായി എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്നുള്ളത് 4 കാര്യങ്ങളെ ആശ്രയിച്ചാണ്. ഒന്ന്, നിങ്ങളുടെ റീജിയൻ, യുവർ കരിയർ പ്ലാൻ, യുവർ എക്സ്പീരിയൻസ്, ഹൗ യു ബിൽഡ് ഓൺ ദ ക്വാളിഫിക്കേഷൻ. ഈ 4 കാര്യങ്ങളെ ആശ്രയിച്ചാണ് നിങ്ങൾ മുമ്പോട്ട് എന്ത് ചെയ്യണം, എങ്ങനെ പോകണം എന്നുള്ളത്. യഥാർത്ഥമായി ഇതിന്റെ സത്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇതിന്റെ പോസിറ്റീവ് സൈഡും ഇതിന്റെ സാധ്യതകളും ഇതിന്റെ വെല്ലുവിളികളും നിങ്ങൾ അറിയേണ്ടതുണ്ട്. ഒന്നാമത് ഞാൻ ഇതിന്റെ സാധ്യതകളെ കുറിച്ച്, ഇതിന്റെ പോസിറ്റീവ് സൈഡിനെ കുറിച്ച് പറയാം. 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, ഇതൊരു ഗ്ലോബൽ റെക്കഗ്നേഷൻ ഉള്ള 180+ രാജ്യങ്ങളിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു പ്രോഗ്രാം ആണെന്നുള്ളതിൽ തർക്കമില്ല. ഈ കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിദേശത്തോ ബഹുരാഷ്ട്ര കമ്പനികളിലോ നല്ല ഒരു ജോലി ലഭിക്കും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. എന്നാൽ ഇതിനോടൊപ്പം തന്നെ ഇതിന്റെ വെർസറ്റാലിറ്റി, അതായത് നിരവധി റോളുകളിൽ നിരവധി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇതുണ്ട്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ഈ ACCA യോഗ്യത എടുത്താൽ നിങ്ങൾ ഒരു കാര്യത്തിൽ മാത്രം, അല്ലെങ്കിൽ ഒരു ജോലിയിൽ മാത്രം, അല്ലെങ്കിൽ ഒരു ചെറിയ ജോലിയിൽ മാത്രം ഒതുങ്ങി പോകുന്നില്ല. നിങ്ങൾ ടാക്സ്, ഓഡിറ്റ്, മാനേജ്മെന്റ് അക്കൗണ്ടിംഗ്, ഫിനാൻഷ്യൽ കൺട്രോൾ, റിസ്ക് കൺസൾട്ടിംഗ് തുടങ്ങിയ വിവിധ റോളുകളിൽ നിങ്ങൾക്ക് മാനേജർ തസ്തികയിൽ, സീനിയർ മാനേജ്മെന്റ്, സീനിയർ ഫിനാൻസ് റോളുകളിൽ നിങ്ങൾക്ക് തിളങ്ങാൻ കഴിയും. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഫ്യൂച്ചർ ഓറിയന്റഡ് സിലബസ് ആണ്. ഇന്ന് പുതിയ ലോകക്രമത്തിനനുസരിച്ച് ഡിജിറ്റൽ സ്കില്ലുകളിലും ഡാറ്റ സ്കില്ലുകളിലും റിപ്പോർട്ടിംഗിലും ഡാറ്റ അനലിറ്റിക്സിലും അതേപോലെ തന്നെ എൻവയോൺമെന്റൽ സോഷ്യൽ ഗവേണൻസ് തുടങ്ങിയ മേഖലകളിലെല്ലാം ഈ കോഴ്സിനെ അപ്ഡേറ്റ് ചെയ്തിരിക്കുകയാണ്. പൂർണ്ണമായിട്ടും അപ്ഡേഷൻ നടത്തിയിരിക്കുന്ന ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് ധനകാര്യ മേഖലയിൽ ഉയർന്ന റോളുകളിലേക്ക് ഇത് സാധ്യതകൾ തുറക്കുകയാണ്. 4ാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം കരിയർ ലിവറേജ് ആണ്, എസ്പെഷ്യലി വിത്ത് എക്സ്പീരിയൻസ്. നിങ്ങൾക്കൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഈ മേഖലയിൽ നിങ്ങൾക്ക് ഇന്ന് തൊഴിലുടമകൾ ഈ ACCA കോഴ്സിന്റെ കമ്മിറ്റ്മെന്റ്, അതിന്റെ ഗ്ലോബൽ റെക്കഗ്നേഷനെ വിലമതിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് സീനിയർ മാനേജ്മെന്റ് ഫിനാൻഷ്യൽ റോളുകളിൽ എത്തിപ്പെടാൻ വളരെ സാധ്യതകളുണ്ട്. ഇനി വളരെ പ്രധാനപ്പെട്ടത് അടുത്ത കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഇതിന്റെ വെല്ലുവിളികൾ എന്താണ്? ഇതിന്റെ വെല്ലുവിളികളെ കുറിച്ച്, ചലഞ്ചസിനെ കുറിച്ച് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം ലോക്കൽ റെക്കഗ്നേഷൻ, മാർക്കറ്റ് ഫിറ്റ് ആണ്. അതായത് ഒരു പ്രാദേശിക അംഗീകാരം അല്ലെങ്കിൽ വിപണി സാധ്യതയെ കുറിച്ച് പറയുമ്പോൾ ACCA കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിക്ക് CA കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിയുടെ ശമ്പള വാഗ്ദാനമോ തൊഴിൽ സാഹചര്യമോ അതോടൊപ്പം തന്നെ ബഹുമാനമോ അംഗീകാരമോ ലഭിക്കുന്നില്ല എന്നുള്ളൊരു സത്യം നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടെന്നാൽ ACCA വിലമതിക്കുന്ന സ്ഥലങ്ങളായ, അതായത് ഇപ്പൊ പ്രധാനപ്പെട്ട UAE അടക്കം, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലെ ആഫ്രിക്കൻ രാജ്യങ്ങള്, ഇല്ലെങ്കിൽ മറ്റേ മിഡിൽ ഈസ്റ്റ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ACCA നിങ്ങൾക്ക് ഒരു നല്ല പ്ലാറ്റ്ഫോമും ഒരു ഉന്നതമായ ജോലി നൽകും. എന്നാൽ നിങ്ങൾ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ അല്ലെങ്കിൽ സൗത്ത് ഏഷ്യയിലോ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതോടൊപ്പം തന്നെ CFA പോലെയുള്ള കോഴ്സുകൾക്ക് ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കുന്ന തൊഴിലുടമകൾ നടത്തുന്ന സ്ഥാപനങ്ങളിലാണ് നിങ്ങൾ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ACCA അവർ എത്രമാത്രം വിലമതിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം, ACCA യോഗ്യത കൊണ്ട് മാത്രം കാര്യമില്ല. അതോടൊപ്പം തന്നെ തൊഴിലുടമകൾ ഇന്ന് അന്വേഷിക്കുന്നത് നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്, അതേപോലെ നിങ്ങൾക്ക് ഒരു ബിസിനസ് പങ്കാളിത്ത ശേഷി എത്രത്തോളം ഉണ്ട്, അതേപോലെ നിങ്ങളുടെ ഡാറ്റ ഡിജിറ്റൽ സ്കില്ലുകൾ എത്രത്തോളം ഉണ്ട്, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എത്രത്തോളം ഉണ്ട്. ഇങ്ങനെ ഈ മേഖലയിലെ അനുബന്ധ സ്കില്ലുകളും എക്സ്പീരിയൻസുമാണ് ഇന്ന് തൊഴിലുടമകൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ACCA എന്ന ഒരു യോഗ്യത നിങ്ങൾക്ക് സാധ്യതകൾ തുറക്കുന്നുണ്ടെങ്കിൽ പോലും ഇതിൽ എങ്ങനെ നിങ്ങളെ പൊസിഷൻ ചെയ്യണമെന്നുള്ളത് നിങ്ങളുടെ പ്രവർത്തന മികവും നിങ്ങളുടെ അനുബന്ധ കഴിവുകളും നിങ്ങളുടെ യോഗ്യത പരിചയവുമാണ്. അതോടൊപ്പം തന്നെ എനിക്ക് അവസാനമായി ഇതിന്റെ ഒരു സത്യാവസ്ഥ, ഇതിന്റെ പൂർണ്ണമായതിനൊരു സത്യാവസ്ഥ ഇന്നിപ്പോ കുട്ടികളും പാരന്റ്സും ചോദിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ
ACCA കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ, ACCA യോഗ്യതയുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ACCAക്ക് സാധ്യത നൽകുന്ന രാജ്യങ്ങള്, ACCA വിലമതിക്കുന്ന രാജ്യങ്ങളെ നിങ്ങൾ ജോലി അന്വേഷിക്കുക എന്നുള്ളതാണ്. അതായത് മിഡിൽ ഈസ്റ്റിലെയോ UAE-യിലോ അതേപോലെ ആഫ്രിക്കയിലെ രാജ്യങ്ങളിലോ അതോടൊപ്പം തന്നെ ഏഷ്യയിലെ ചില രാജ്യങ്ങൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് ഇന്ന് ACCA നല്ല ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ CA CFA പോലെയുള്ള യോഗ്യതകളും അതേപോലെ തന്നെ ഓഡിറ്റ് നിയമങ്ങൾ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഓഡിറ്റ് നിയമങ്ങൾ, അതേപോലെ തന്നെ അനുബന്ധമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓഡിറ്റ് നിയമങ്ങളോടൊപ്പം തന്നെ അനുബന്ധമായിട്ട് വരുന്ന ഇന്ത്യയിലെ പല അക്കൗണ്ടിംഗ് മേഖലകളിലെ ജോലികളിലും ഇന്ന് തദ്ദേശീയമായിട്ട് കമ്പനികൾ ACCA കഴിഞ്ഞവർക്ക് അവരുടെ പ്രയത്നത്തിനും അവരുടെ അതായത് നമുക്കറിയാം ACCA പഠിക്കണമെങ്കിൽ ഒത്തിരി വർഷങ്ങൾ ചെലവഴിക്കണം, ഒത്തിരി ഫീസ് കൊടുത്ത് പഠിക്കേണ്ടത്. എന്നാൽ നമ്മുടെ പ്രയത്നത്തിനനുസരിച്ചുള്ള, നമ്മുടെ പ്രവർത്തനത്തിനനുസരിച്ചുള്ള, എഫേർട്ടിനനുസരിച്ചുള്ള ഒരു ശമ്പള വാഗ്ദാനം നമുക്ക് നൽകപ്പെടുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് വിദേശത്തോ ബഹുരാഷ്ട്ര കമ്പനികളിലോ നിങ്ങൾ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ACCA നിങ്ങൾക്ക് നല്ല പ്ലാറ്റ്ഫോമാണ്. എന്നാൽ തദ്ദേശീയമായ ഒരു തൊഴിലാണ് CA CFA പോലെയുള്ള തദ്ദേശീയമായിട്ടുള്ള മേഖലകളിലെ കമ്പനികളിലെ ഇന്ത്യയിലെ ഓഡിറ്റ് നിയമങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്കൊരു ജോലിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ കൂടുതൽ CFA പോലെയുള്ള കോഴ്സുകൾ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇതിൽ നിങ്ങൾ ഒരിക്കലും ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ACCA യോഗ്യത ഉണ്ടെങ്കിൽ ACCA-യിലെ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ വീണ്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ റീജിയൻ ഏതാണ്, നിങ്ങളുടെ കരിയർ പ്ലാൻ എന്താണ്, നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ്, ഹൗ യു ബിൽഡ് ഓൺ ദ ക്വാളിഫിക്കേഷൻ, ഈ 4 കാര്യങ്ങളെ ആശ്രയിച്ച് മുമ്പോട്ട് പോവുക. ഓൾ ദി ബെസ്റ്റ്.